ഈ ചൂടും പിടിച്ച് വീട്ടിലിരുന്നാൽ പോരെ എന്ന് മനസ്സ് പലതവണ പറഞ്ഞെങ്കിലും കേട്ടില്ല. ഒറ്റ മൈൻഡ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആക്കുമിൻ അഥവാ ഐസ്ക്രീം വാങ്ങാൻ പോകാമെന്ന് മോനും. ഇത് കൊട്ടിയത്തുള്ള ഡ്രീംസ് മാളാണേ. ഇവിടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റും ഉണ്ട്. അതുകൊണ്ട് അല്ലറ ചില്ലറ പർച്ചേസൊക്കെ അവിടെ നടത്താം. അപ്പോൾ അവനൊരു സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. വൈകുന്നേരം ആയതുകൊണ്ട് കോഫി മതിയെന്ന് ഞാനും. ചൂട് കോഫി, വട, ചട്നി, എന്ത് നല്ല കോമ്പിനേഷൻ. ഫുള്ളൊന്ന് റീചാർജ് ചെയ്ത് ബാക്കി പരിപാടിയിലേക്ക് പോയി. എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് ഹസ്ബൻഡ് ചോദിച്ചപ്പോൾ കോഫി അല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഞാനാ. ഇങ്ങനെ ഒന്നിച്ച് പർച്ചേസിങ്ങിന് പോകുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. മോനും ഇപ്പോൾ അക്കാര്യത്തിൽ നല്ല കോപ്പറേറ്റീവാണ്. അല്ലെങ്കിൽ ആകെ വഴക്കും കരച്ചിലും ഒക്കെ ആയേനെ. ഇവിടെ ലുലു ഫാഷൻ ഈ അടുത്താണ് ഓപ്പൺ ആയത്. അപ്പോൾ ഒന്ന് കയറി നോക്കിയില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് മനസ്സ് പറഞ്ഞു. കയറി പോയപ്പോഴാണ് മനസ്സിലായത് നോക്കാനേ കൊള്ളാവൂ. അങ്ങനെ ആ പൂതി അങ്ങ് മാറിക്കിട്ടി. ഇനി കുറച്ച് വെജിറ്റബിൾസ് വാങ്ങണമായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. ഇതിലും സ്ലോ മോഷനിൽ ബീൻസ് നോക്കിയെടുക്കാൻ പറ്റുമോ ഹസ്ബൻഡ് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. കളിയാക്കുന്നവർക്ക് എന്തും ആകാമല്ലോ. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? മുറ്റിപ്പോയതും കേടുവന്നതുമായിട്ടുള്ള സാധനങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകണോ? ഈ ട്രേ എങ്ങനെയുണ്ട്? എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഈ ബീഡ്സ് ഒക്കെ ആയിട്ട് കിച്ചൺ സ്ലാബിലോ ഡൈനിങ് ഏരിയയിലോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റം വെച്ചാൽ തന്നെ കാണാൻ മൊഞ്ചല്ലേ. ഇതുപോലത്തെ 3 ടൈപ്പ് ഓഫ് ഡിസൈൻസ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഇതിലൊന്ന് ഞാൻ എടുത്തു കേട്ടോ. ഇത്രയൊക്കെ ആയപ്പോഴേക്കും അടുത്ത ഫുഡിങ്ങിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഹൈപ്പറിൽ നിന്ന് തന്നെ ഫുഡും വാങ്ങിക്കൊണ്ടാണ് കേട്ടോ ഫുഡ് കോർട്ടിലേക്ക് പോയത്. അപ്പോൾ കുറച്ച് നൂഡിൽസും കുറച്ച് ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും സാധനങ്ങളുമായിട്ട് വീട്ടിലേക്ക്.